സോ ഇന്ന് ബി ടി സിയുടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ആദ്യം നമുക്ക് 4 അവർ ചാർട്ടിൽ പോകാം. 4 അവർ ചാർട്ടിൽ പോയപ്പോൾ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കണ്ടു. നേരെ പോയത് 1 അവർ ചാർട്ടിലാണ്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. ഫിബൊനാച്ചി വെച്ചിട്ട് പ്രീവിയസ് ലോ, അതായത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിൽ നമ്മൾ ഫിബൊനാച്ചി വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഏരിയ ഏകദേശം വരുന്നത് 0.618 നമുക്ക് മാർക്ക് ചെയ്യാം. ഏകദേശം മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മുകളിലോട്ട് പോകാനാണ് കൂടുതൽ ചാൻസസ്. അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ശേഷം നേരെ പോയത് 50 മിനിറ്റ്സ് എൻട്രി ടൈം ഫ്രെയിമിലായിരുന്നു. അവിടെ നമ്മൾ വരച്ച ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ തന്നെ ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു എൻട്രി ഓപ്പൺ ആക്കാം. അതിന് മുന്നേ ഞാൻ നേരെ പോയത് 5 മിനിറ്റ്സിലാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട് 5 മിനിറ്റ്സിൽ. അപ്പോൾ അതും മാർക്ക് ചെയ്തു. അപ്പോൾ ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്തായാലും ആ ഒരു ഏരിയയിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഏകദേശം ആ ഒരു FEG ഏരിയയിൽ എൻട്രി വെച്ചു. അതിൻ്റെ SL വരുന്നത് ഏകദേശം ഒരു 0.786 താഴെ ആയിട്ട് വെച്ചു. അതിൻ്റെ TP വരുന്നത് 2 റേഷ്യോയിലും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് FEG അതുപോലെ തന്നെ അവിടെ ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ടല്ലോ 50 മിനിറ്റ്സിൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാർക്കറ്റ് ആ ഒരു ഏരിയ വന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം FEG 5 മിനിറ്റ്സ് എന്നുള്ളത്. ശേഷം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. നമുക്ക് ഏകദേശം ഒരു 1 അവറിന് ശേഷം നോക്കിയപ്പോൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഏരിയയിൽ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഏരിയയിൽ തന്നെ ടാപ്പ് ചെയ്തിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മേലോട്ട് പോയിട്ടുള്ളത്. ആ ഒരു വിക്ക് മാക്സിമം ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ആയിട്ട് പിന്നെ മാർക്കറ്റിൽ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത ട്രേഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.